ഇത്രയും ഡയലോഗ് ആര് പറയാനുള്ളത് സാറേ? നിങ്ങൾ. കാണാതെയാ? അല്ല, നാടകത്തിൽ സ്റ്റേജിൽ കയറുന്നിട്ടേ നോക്കി വായിച്ചാ മതി. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. നോക്കി വായിച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തെറ്റും, ഇടയ്ക്കിടയ്ക്കില്ല മൊത്തത്തിൽ തെറ്റും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ നോക്കാം. യൂസ്ലെസ്. എടോ, നാടകത്തിന് ഇത് കാണാതല്ലേ പറയാനുള്ളത്? ഉയ്യോ, എങ്കിൽ സാറേ ഞങ്ങളെ കഥാപാത്രങ്ങൾക്ക് ചെറിയൊരു തിരുത്ത് വരുത്തണം. എന്തു തിരുത്ത്? അതായത് നമ്മുടെ 2 കഥാപാത്രങ്ങളെയും സാറിന് ഊമകളാക്കാൻ പറ്റും. ബാബാവിനെയും കൊണ്ട് നമ്മൾ നാട്ടുകാരെ ഞെട്ടിക്കും. അതും നശിപ്പിക്കും. എങ്കിൽ പിന്നെ തളവാദം പിടിച്ചു കിടക്കുന്ന ഒരു ചലനശേഷിയില്ലാത്ത കഥാപാത്രങ്ങളാക്കിയാലും മതി. അതായിരിക്കും നമുക്ക് എളുപ്പം. നിങ്ങൾ ഇങ്ങനെ അവസാന നിമിഷത്തിൽ വന്ന് പറഞ്ഞാൽ മുട്ടയേറെ ഒഴിവാക്കാം. എടോ, താനൊക്കെ ഞാൻ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി അന്ന് തൊട്ടേ പറയണമെന്നല്ലേടോ, സാർ നല്ല വേഷം ഉണ്ടെങ്കിൽ തരണം സാർ, നല്ല വേഷം ഉണ്ടെങ്കിൽ തരണം സാർ എന്ന്. ആ നിമിഷം നമുക്ക് ഇതിനൊന്നും കഴിവില്ലെന്നുള്ള കാര്യം മറന്നുപോയി. നെക്സ്റ്റ് വീക്കാണ് താമരാശി മെമ്മോറിയൽ സ്കൂളിന്റെ 25th ആനിവേഴ്സറി. ഇതിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ 25ാം വാർഷികം 2 വർഷം കഴിഞ്ഞാക്കാൻ പറ്റുമോ? എടോ, എനിൽ പിള്ളയും ഭരത് ഗോപിയും ശങ്കരാടിയും തിലകനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് മറ്റുള്ളവർ നിങ്ങളുടെ അഭിനയത്തിനുള്ള കഴിവ് തെളിയിക്കടോ അങ്ങോട്ട്. സാറിന്റെ കുടുംബക്കാരെ നമ്മളെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമുക്കെന്തൊരു കിട്ടാൻ? തിലകനായ അച്ഛനായിരിക്കുമല്ലേ? മുത്തച്ഛനായിരിക്കും. കുടുംബക്കാരോ? ഇതെല്ലാം പ്രഗത്ഭരായ നാടക നടന്മാരാണ്. ആഹാ, എന്നിട്ടാണ് സാറ് എന്റെ അച്ഛൻ പ്രശസ്ത നാടക നടനായ ദശാവതാര ശ്യാമളനെ പരാമർശിക്കാത്തത്? പറയാം. അതിനു മുമ്പ് തന്റെ അച്ഛൻ ആദ്യം ഒരു സ്റ്റേജിൽ കയറി ഒരു നാടകം കംപ്ലീറ്റ് ചെയ്യട്ടെ. യവന്റെ അച്ഛൻ ഒരു നാടകം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നാടകം കാണാൻ വരുന്ന ആൾക്കാരെ ആദ്യം പിടിച്ച് കെട്ടിയിടണം. സാർ, ഈ നാടകത്തിൽ എന്റെ അച്ഛന് റോൾ കൊടുക്കാൻ പറ്റുമോ? സാറ് കൊടുത്താൽ നമ്മൾ രക്ഷപ്പെട്ട്. അതെന്ത്? കിട്ടാനുള്ളൂ എവന്റെ അച്ഛൻ ഒറ്റയ്ക്ക് വാങ്ങിച്ചോളൂ. സിൽവർ ജൂബിലി സ്പെഷ്യൽ. ഞാൻ ഉറക്കമൊഴിച്ച് എഴുതിയ ഒരുപാട് ഹൃദയസ്പർശിയായ ഡയലോഗ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയ സുവർണ അവസരമാണ്. ഹൃദയത്തിൽ സ്പർശിക്കും കല്ല്. ഈ നാടകം എന്റെ അന്ത്യാഭിലാഷമാണോ? നാടകം നടത്തുന്നതിന്റെ അന്ന് സാറിന്റെ അന്ത്യം തന്നെ. സാർ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ശങ്കരൻ, യു ആർ മൈ ബോയ്. സാർ, ഒരു മലയാളം ടീച്ചറിനെ ഒപ്പിച്ചു തരാൻ പറ്റുമോ? എന്തിനാ ശങ്കരൻ? അല്ല, മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ, പഠിക്കണം. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നാടകത്തിന്റെ തലയിൽ നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചില്ലുകളും പഠിച്ചിരിക്കും. ഇനി പഠിച്ചില്ലെങ്കിലേ അടുത്ത ദിവസം കുക്കു പുഷ്പനോട് തക്കാളി അറിയാൻ പോകും ഞങ്ങൾ. 2 കത്തി വാങ്ങിച്ചു വെക്കണം. ഇവറ്റകൾ ഇങ്ങനെ, അപ്പൊ മറ്റവന്മാർ എങ്ങനെയായിരിക്കും? ഇത്രേ ഉള്ളൂ. ഇത് നാളെ തന്നെ ഞാൻ കാണാതെ പഠിച്ച് പറയും സാർ. വെരി ഗുഡ്. കാണാതെ മാത്രം പഠിച്ച് പറയണ്ട. നാളെ ഇതിന്റെ ടെസ്റ്റ് പേപ്പർ നടത്താം. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഞാൻ ഫുൾ മാർക്ക് വാങ്ങിക്കും സാറേ. മൊണ്ണകളെ കാണാതെ പഠിച്ച് പറയാൻ ഇത് ഞാൻ പരീക്ഷയ്ക്ക് തന്ന നോട്ട്സ് അല്ല, നാടകത്തിന്റെ ഡയലോഗ്സ് ആണ്. പരീക്ഷ ആണെങ്കിലും നാടകമാണെങ്കിലും തെറ്റാതെ പറഞ്ഞേ പോരെ സാർ. നോ, അങ്ങനെയല്ല ഇഷ്ടാമൃതൻ. ഉദാഹരണത്തിന് പാൽപായസിന്റെ കഥാപാത്രം സ്വന്തം അമ്മയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതിങ്ങനെയാണ്, കേട്ടോളൂ. നിങ്ങൾ എൻ്റെ അമ്മയല്ലേ, എന്നെ പാലൂട്ടി വളർത്തിയ അമ്മയല്ലേ, എന്നിട്ടും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. ഈ ഡയലോഗ് ഞാൻ പറയും സാറേ. നിങ്ങള് എന്റെ പെറ്റമ്മ അല്ലേ, നിങ്ങള് എന്നെ പാലൂട്ടിയില്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചില്ലേ. മറ്റവന്മാര് പറഞ്ഞതുപോലെ 25ാം വാർഷികം 2 വർഷം കഴിഞ്ഞ് നടത്തുന്നതായിരിക്കും നല്ലത്. പാൽപായസം, ആ സ്ക്രിപ്റ്റും എടുക്കൂ. തനിക്ക് 8 ഡയലോഗ് വേണ്ട, 2 ഡയലോഗ് മതി. സാർ, ഞാൻ നാടകത്തിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാണോ അതോ MBBSന് പഠിക്കുന്ന കുട്ടിയാണോ? രണ്ടുമല്ല, താൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു തിരുമണ്ടനാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. പറ്റില്ല സാർ, ഐ കാൻ ഡു ഇറ്റ്. അഷ്ടാമൃതൻ, യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞു സാറിന്റെ അടുത്ത് അങ്ങനെ എഴുതാൻ? ഒരു കാര്യം ചെയ്യാം, കഴിവില്ലാത്ത കുട്ടി ഇന്റർവെൽ ആകുമ്പോൾ ഡോക്ടർ ആവട്ടെ. അതല്ലേ സാർ അതിന്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി? എടോ, താൻ നാടകം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നാടിന് വീടിന് ഗുണമില്ലാത്ത, പഠിപ്പ് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത തിരുമണ്ടനായ ഒരു കഥാപാത്രമാണ് താൻ. നടക്കില്ല സാർ. പാർത്തുവിന്റെ റോള് ഞാൻ എടുത്തിട്ട് എന്റെ റോള് പാർത്തു എടുക്കട്ടെ. അതൊരു ഉഗ്രൻ റോളാണ്. താങ്ക്സ്. പാർത്തു, ആർ യു ഹാപ്പി? പാർത്തുവിന്റെ ഉച്ചി, ഐ ആം നോട്ട് ഹാപ്പി. സാറേ, എനിക്ക് ഡിസ്ട്രിക്ട് കളക്ടറിന്റെ വേഷം തന്നെ വേണം. കളക്ടറോ? മുഴുക്കുടിയനും ചാരായ മാറ്റുവാനുമായ ചാക്കോയുടെ റോളാണ് തനിക്ക്. സാറേ സാർ, എനിക്ക് എന്റെ ക്യാരക്ടർ തന്നെ മതി കേട്ടോ. ഐ എം സാറ്റിസ്ഫൈഡ്. സാറേ, ഞാൻ ഈ റോൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ നമുക്കിതില് ചെറിയ മാറ്റം വരുത്താൻ പറ്റുമോ? ചാരായം വാറ്റി വാറ്റി അവസാനം ചാക്കോ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നായിരിക്കും. ഞാന് റഷ്യൻ പ്രസിഡന്റ് ആവാനാണ് ഉദ്ദേശിച്ചത്. വിഷ്. മര്യാദയ്ക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കഥാപാത്രം 2 പേരും അഭിനയിച്ചില്ലെങ്കിലാണ് 2 പേരും C മാർക്ക് ഞാൻ വട്ടപൂജ്യമാക്കി വെക്കും. ഡെഫിനറ്റ്ലി വട്ടപൂജ്യമാക്കും ഞാൻ. വേണ്ട സാർ, ഞാൻ ഇന്നോട്ട് ബുദ്ധിയില്ലാത്ത തിരുമണ്ടനായിക്കോളാം. ഞാൻ ഇന്ന് രാത്രി തൊട്ട് ചാരായ മാറ്റാൻ പോവാ സാറേ.
മനു അപ്പൂപ്പനെ ഓടി ചെന്ന് നക്കി. അയ്യേ, മനുവിന് എന്തിനു കഴപ്പത്? നോക്കി. ഹലോ സുസ്മിത ടീച്ചറല്ലേ? ഞാൻ ശങ്കരനാണ്. ഒരു ഡൗട്ട് ചോദിക്കാനാണ് വിളിച്ചത്. ചോദിക്കൂ ശങ്കരൻ. അതായത് നമ്മളെ മലയാള അക്ഷരത്തിലെ കായിന്റെ അടിയിൽ ഷാ തിരിച്ചിട്ട ശകാന്നാണ് അതാ കഷാന്നാണ് വായിക്കണ? ശകയും കശയൊന്നും അല്ല, അതാണ് ക്ലാ. ക്ലായ? അതേതക്ഷരം? ഇതൊന്നും നമ്മൾ പഠിച്ചപ്പോ ഇല്ലായിരുന്നല്ല. പുതിയ സിലബസാ ടീച്ചറെ. ഹലോ ഹലോ കൊച്ച. മനു വീണ്ടും അച്ഛനെ നക്കി. അയ്യേ, ഇതെന്തര്? ശങ്കര, അവിടെ എന്തരാടേ? ഞാൻ കയ്യില് ഡയലോഗ് എഴുതി വെക്കാൻ പോണ്. എന്നിട്ടത് ആര് നോക്കി വായിക്കും? അത് ഞാൻ തന്നെ നോക്കി വായിക്കണമല്ലേ? വേണ്ട, അത് നോക്കി വായിക്കാനേ ഞാൻ പുറത്തുനിന്ന് ആളിറക്കാം. പറ്റോ? സാറിന്റെ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നാടകം ഇംഗ്ലീഷിലാക്കിയാൽ മതിയെന്ന്. അപ്പോഴാ ഇംഗ്ലീഷ് ഡിക്ഷണറി റെഫർ ചെയ്താൽ മതി, അർത്ഥമില്ല മലയാളത്തിൽ കിട്ടുകയും ചെയ്തേനാ. ഈ ഡയലോഗ് തന്നെ തപ്പിപ്പിടിച്ചാണ് വായിച്ചെടുക്കണത്. കാണാതെ പറയുകയും ചെയ്യണം, കൂടാതെ എക്സ്പ്രഷനും ഉണ്ടോ. എടാ, ഡയലോഗ് എനിക്ക് വായിക്കാൻ പറ്റിയ എക്സ്പ്രഷൻ ഞാൻ പൊളിക്കുമല്ലേ? ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞുതരാം. മനു ആദിലോട് ഇഷ്ടം പറയണതാണേ. ഡയലോഗ് കേട്ടോ. പ്രിയതമേ, എനിക്ക് നിന്നോട് ആഹാര പ്രണയമാണ്. അഗാധ പ്രണയമാണ്. നീ എനിക്കൊരു ചുട്ട ജാമ്പയ്ക്ക തരണം. ഉപ്പിലിട്ട ചാമ്പയ്ക്കെന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്തൊരു ചുട്ട ചാമ്പയ്ക്ക? ചുടു ചുംബനം തരണം. ഇത്രേ ഉള്ളൂ. അതാ പിടിച്ചോ, നോക്കിയാണേ. പ്രിയതമേ, നിന്നോട് എനിക്ക് അക്കുത്തുക്ക് തന്നെ പ്രണയമുണ്ട്. നീ എനിക്ക് ചുട്ട ചന്ദനം തരണം പ്ലീസ്. ചന്ദനമല്ല, നിനക്ക് ഞാൻ തേക്ക് പുഴുങ്ങി തരാം. ഡയലോഗ് തെറ്റിയെന്നല്ലേ ഉള്ളൂ, ബാബാഭിനയം കറക്റ്റല്ലേ? കറക്റ്റ് ആണ്. അച്ഛന്റെ മോൻ തന്നെ. ശങ്കര, ഇത് നമുക്ക് പ്ലത്തല്ലേ. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നമുക്ക് നല്ലത്. പറ്റില്ല. ഈ ശങ്കരന്റെ ശിരസിൽ കൂടി ഓടുന്നത് ദശാവതാര ശ്യാമളന്റെ ജിരസാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറഞ്ഞത്. ഇനി ഒരു ദശാവരാതം ഈ ദശാബ്ദത്തിൽ വേണ്ട. തള്ളേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളെ ചോറ് വേണ്ടാന്ന്. തള്ളേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളെ ചോറ് വേണ്ടാന്ന്. എടുത്തോണ്ട് പോ നിങ്ങളെ മാട്ടച്ചോറ്. അഷ്ടു, എന്താണ് ഡയലോഗ് കാണാതെ പഠിച്ചാ പോരാ, ഫീൽ ചെയ്ത് പറയാൻ പഠിക്കണം. തള്ളേ ചോറ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ചാരായക്കടത്തുകാരൻ ചാക്കയുടെ ഡയലോഗ് പാത്തു ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ദാ പിടിച്ചോ. ഒരുത്തരും ചാക്കയുടെ വാറ്റ് പിടിച്ചിട്ടില്ല. ഇനി അഥവാ പിടിച്ചാൽ തന്നെ അവൻ നേരെ ചൊവ്വേ പോവില്ല. അതാണ് ചാക്കോ. വാറ്റ് ചാക്കോ. എങ്ങനെ മാസല്ലേ? കൊള്ളാൻ പറ്റത് എങ്ങനെയാ പഠിച്ചത്? 2 ലൈൻ ബുക്കില് എഴുതി പഠിച്ചതാണ്. ഞാൻ 4 ലൈൻ ബുക്സിൽ എഴുതി പഠിക്കും. എന്നിട്ട് അതിലൂടെ ഞാൻ നാഷണൽ അവാർഡ് വാങ്ങും. നാഷണൽ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ അന്ന് എക്സാം ഉണ്ടെങ്കിൽ ഓ മൈ ഗോഡ്, സോ മെനി സ്ട്രെസ്. തള്ളേ, എടുത്തോണ്ട് പോ നിങ്ങളുടെ മാട്ടിച്ചോറ്. തള്ളേ, എടുത്തോണ്ട് പോ നിങ്ങളുടെ മാട്ടിച്ചോറ്. അഷ്ടു, ഇനി നീ പഠിച്ച ഒരു ഡയലോഗ് പറഞ്ഞാണ് ഞാൻ കേക്കട്ടെ. പോടേക്കുള്ള നയന്റെ മോനെ, നിന്നെ ഞാൻ കൊല്ലും. ഹൗസ് ദാറ്റ്? കിടു. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. ശങ്കരൻ ആൻഡ് കൃഷ്ണൻ വരൂ. മനുവും ശരത്തും പരിചയപ്പെടുന്ന രംഗമാണിത്. ആക്ഷൻ. ഓക്കെ സാർ. ഹലോ മനു. ഹലോ ശരത്. ഹലോ മനു. ഹലോ ശരത്. ഹലോ മനു. ഹലോ ഹലോ. ഹലോ ഹായ്. ഹലോ ശരത്. ഹായ് മനു. കേടോ നിന്ന് കലോ കലോ പറയാതെ ബാക്കി ഡയലോഗ് പറയടോ. എഴുതി വെച്ചിരിക്കുന്ന അതേപോലെ നിങ്ങൾ പറയണ്ട. 2 യുവാക്കൾ തമ്മിൽ ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ഡയലോഗ് മതി. അതങ്ങ് പറയൂ. ഓ സാർ. ഹലോ മനു. ഹലോ ശരത്. മനു, പിന്നെ 18ന്റെ ഒരു മിനി വിൽസ് എടുക്കാനുണ്ടോ? ഇല്ല, ബീഡിക്കുട്ടിയുണ്ട്. മിനി വിൽസ്? സോറി സാർ, ചിലപ്പോൾ സിസേഴ്സ് ആയിരിക്കും. മനു, സിസർ ഫിൽട്ടർ എടുക്കാനുണ്ടോ? ഇല്ല, ബീഡിക്കുട്ടിയുണ്ട്. ഇറങ്ങിപ്പോഴോ ഡയലോഗ് പഠിക്കാതെ. അഷ്ടാമൃതൻ ആൻഡ് പാൽപായസം വരൂ. ചാരായ വാറ്റിയൊരു ചാക്കോയുടെ മാത്തന്റെ നിപ്പ് കണ്ടില്ലേ? ചാരായ വാറ്റുകാരനായ ചാക്കോയും തറുതല മാത്രം പറയുന്ന മാത്രം തമ്മിലുള്ള സംഘടന രംഗമാണത്. വിത്ത് ഡയലോഗ്സ്. അതാണ് നിങ്ങൾ കാണിച്ചു തരേണ്ടത്. ആക്ഷൻ. എക്സൈസ് ഓഫീസ് ഈ ചാരായൻ ചാക്കോയെ കണ്ട പിടുക്ക വരയ്ക്കും. നീ പോടാക്കല്ല നൈന്റെ മോനെ. സെൻട്രൽ ജയില് ഈ ചാക്കോയ്ക്ക് കുടുംബ സ്വത്ത് പോലെയാണ്. നീ പോടാക്കല്ല നൈന്റെ മോനെ. ഇതിലും ഭേദം നമ്മൾ തന്നെ. അതെ ശരത്. താങ്ക് യു മനു. ഡയലോഗ് പറഞ്ഞത് മതി. മാത്തനും ചാക്കോയും തമ്മിലുള്ള സംഘടന തുടങ്ങും. ആക്ഷൻ. ഞാൻ ചാക്കോ, നിന്നെ കൊല്ലുമടാ. ഞാൻ മാത്തനിടാ, നിന്നെ കൊല്ലുമടാ. ഞാൻ ചാക്കോ, നിന്നെ കൊല്ലുമടാ. ഞാൻ മാത്തനിടാ, നിന്നെ കൊല്ലുമിടാ. ഞാൻ ചാക്കോ, നിന്നെ കൊല്ലുമടാ. ഞാൻ മാത്തനിടാ, നിന്നെ കൊല്ലുമിടാ. ഞാൻ ചാക്കോ, നീ മാറ്റടാ. ഞാൻ ചാക്കോ, നീ കൊല്ലുമിടാ. ക്രീം ബിസ്ക്കറ്റിന് വേണ്ടി അടി ഉണ്ടാക്കണം പുള്ളരാ. നിർത്തടോ. എന്താണിത്? മെത്തേഡ് ആക്ടിംഗ് ആണ് സാർ. മാത്തൻ, നിന്നെ കൊല്ലുമിടാ. ചാക്കോ, നിന്നെ കൊല്ലുമടാ. സാറേ,
ചാക്കോയുടെ ദേഷ്യം കൂടി വരികയാണ്. ഇനിയും കൂട്ടണോ? നിനക്കല്ലെങ്കിലും എന്തൊക്കെയോ കൂടി വരുന്നുണ്ട്. എന്തൊരു സാറേ മാർക്കാ? കൂട്ടി തരടോ മാർക്ക് ഞാൻ. നെക്സ്റ്റ് സീൻ, മരണ വീട്ടിൽ നിൽക്കുന്ന മനുവും ശരത്തും. അക്ഷയ്. ഹലോ ശരത്. ഹലോ മനു. ഹലോ. ഹലോ. ഹായ്. ഹലോ. ഹലോ ശരത്. ഹലോ. ഹായ് ഹായ്. ഇത് ഇതുവരെ തീർന്നില്ലേ? ആതിരയെ മനുവിന് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയൂ. അതിനെ എതിർത്ത് സംസാരിക്കുന്ന ശരത്. ആ ഡയലോഗാണ് നമുക്ക് വേണ്ടത്. കമാൺ. ഓക്കെ സാർ. ശരത്, എനിക്ക് ആതിരയെ ഇഷ്ടമാണ്. എങ്കിൽ നീ കെട്ടിക്കോളൂ മനു. ഹാപ്പി ജേണി. എതിർക്കണോ ശരത്തെ? എനിക്ക് എതിർപ്പൊന്നുമില്ല സാർ. അവൻ കെട്ടിക്കോട്ടെ, അവൻ എന്റെ കൂട്ടുകാരനല്ലേ. മര്യാദക്ക് രണ്ടുപേരും കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലാണ്. ഹലോ ശരത്. ഹലോ മനു. ഹായ്. ഹായ്. ഹലോ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഡയലോഗ് മറന്നു. പല്ല് നല്ല പോടയുണ്ട്, പല്ല് വേദന. അപ്പോൾ നാളെ പറയാനുള്ള കാര്യം. ഓക്കെ. ബൈ ബൈ. മോനെ പുന്നാര ശരത്തെ, പ്രണയത്തെ എതിർക്കണ്ട നീ. മരണ വീട്ടിലല്ലേ നിൽക്കുന്നത്. മരിച്ച ആളെ പറ്റി 2 വാക്കെങ്കിലും പറഞ്ഞിട്ട് പോ. ഓ സാർ, പാവം നല്ല മനുഷ്യനായിരുന്നു, നേരത്തെ പോയി. ഏത് 105 വയസ്സായ അമ്മുമ്മേ? ഓ, അത്രയും പ്രായമുണ്ടല്ലേ. നല്ല മനുഷ്യനായിരുന്നു, കുറച്ച് താമസിച്ചു പോയി. ഹലോ ശരത്. മദ്യലഹരിയിൽ അമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മാത്തൻ വരൂ. അക്ഷൻ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ മാട്ടിച്ചോറി എടുത്തോണ്ട് പോകത്തല്ലേ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ മാട്ടിച്ചോറി എടുത്തോണ്ട് പോകത്തല്ലേ. എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ മാട്ടിച്ചോറി എടുത്തോണ്ട് പോകത്തല്ലേ. ഇമ്പോസിഷൻ പറഞ്ഞു തീർന്നെങ്കിൽ ഇറങ്ങിപ്പോടോ. ചാക്കോ കള്ളവാറ്റ് നടത്തിയെന്നറിഞ്ഞ് പിടിക്കാൻ വരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഒരു മാസ് കോൺവെർസേഷൻ ആണ് അവർ തമ്മിൽ നടക്കുന്നത്. മാസ് ആസാക്കരുത്. ചാക്കോ കമോൺ. ചാക്കോ വാറ്റും സാറേ. പല്ലിയിട്ട്, ബാറ്ററി ഇട്ട്, പാറ്റയിട്ട്, നിന്റെ അണ്ണാക്കിലിട്ട് കത്തിക്ക് പട്ടി പച്ചയ്ക്ക് നിന്ന. ഈ ഡയലോഗ് ഇതിലില്ല സാറേ. നിന്നോട് പറയാൻ ഞാൻ ഇപ്പൊ എഴുതി ചേർത്തത്. ലാസ്റ്റ് സീൻ, മഴയത്ത് കണ്ടുമുട്ടുന്ന ശരത്തും മനു. കമോൺ. കോഴി പൊരിച്ച മഴ. ഹലോ ശരത്. ഹലോ മനു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എന്താണോ ഇത്? ഭയങ്കര മഴയില്ല സാർ, ഇടിമിന്നലായിട്ട് 2 പേരും മരിച്ചുപോയി. നാടകവും വേണ്ട, ഒരു കോപം വേണ്ട. ഗെറ്റ് ഔട്ട്. ഓഹോ, രക്ഷപ്പെട്ട്. ആദ്യത്തെ സീനിൽ അങ്ങ് മരിക്കാനുള്ള. സാർ, ചാരായൻ ചാക്കയോട് പറയാനുള്ള ഡയലോഗ് പഠിച്ചു സാർ. അഷ്ടംബത് പറയൂ. ആക്ഷൻ. പോരാ കള്ള നായിന്റെ മോനെ, എങ്ങനെയുണ്ട്? നീ ഇറങ്ങിപ്പോട കള്ള നായിന്റെ മോനെ. ഒറ്റത്തിലൂടെ കണ്ടുപോകരുത്. ഹലോ ശരത്. ഹലോ മനു. ഹായ്. ഹായ്. ഹലോ ഗായ്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.